ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ നല്ലതും അനുഗ്രഹമേറിയതുമായ ഒരു നല്ലൊരു ദിവസം ദൈവം നമുക്ക് എല്ലാവർക്കും ദാനമായി നൽകി. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നാം അവരവരുടെ ഭവനങ്ങളിലും പാർക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങള് ഈ ദേശത്ത് ഇങ്ങനെ വരുവാനുള്ള കാരണം, ഏതു വിധേനയും ഒരു മനുഷ്യനെയും കൂടെ ദൈവരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടെയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പലപ്പോഴും പലരും ചിന്തിക്കും, എന്തിനാണ് ഇങ്ങനെ ഇക്കൂട്ടർ തെരുവോരങ്ങളിലും വീടുകളുടെ വരാന്തകളിലും മറ്റ് പലയിടങ്ങളിൽ നിന്നുകൊണ്ട് ഇതുപോലെ ശുശ്രൂഷിക്കുന്നു? ചിന്തിക്കുവാൻ കാരണമുണ്ട്. ഇതൊക്കെയും ഞങ്ങള് കേട്ട് പരിചയപ്പെട്ട അല്ലെങ്കിൽ പരിചിതരായ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. എന്നാൽ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു ചെയ്ത ശുശ്രൂഷയാണ് ഇന്ന് ഞങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷാവേളയിൽ താന് പള്ളികളിൽ അല്ല ശുശ്രൂഷ തുടങ്ങിയത്. പിന്നെയോ തെരുവോരങ്ങളിലാണ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. താന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ ശേഷം 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 40 ദിവസം താൻ ദൈവത്തോട് കൂടെയിരിക്കുകയും ആത്മശക്തി പ്രാപിക്കുകയും ചെയ്തതിനു ശേഷം മരുഭൂമിയിൽ നിന്ന് താന് ഗലീലയിലേക്ക് മടങ്ങി വരുവാനിടയായി. താൻ മടങ്ങി വരുന്ന ഭാഗത്തൊക്കെയും ഇരുളിലിരുന്ന ജനത്തിന്, മരണനിഴലിൽ പാർത്തിരുന്ന ജനത്തിന് ഒരു വിടുതൽ ഉണ്ടായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇരുളിലിരിക്കുന്ന ഒരു ജനം മരണനിഴലിലൂടെ, അതിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടർ അന്നും ഇന്നും ഭൂമിയിലുണ്ട്. ന്യായപ്രമാണം അവരുടെ കൈകളിൽ ഇല്ലാഞ്ഞിട്ടാണോ? ആ സമൂഹത്തിൽ അന്ന് അവർക്ക് ന്യായശാസ്ത്രിമാർ ഇല്ലാഞ്ഞിട്ടാണോ? അവരുടെ മധ്യത്തിൽ വചനം പഠിപ്പിക്കുന്ന ശാസ്ത്രിമാരുണ്ടായിരുന്നു, റബിമാരുണ്ടായിരുന്നു, അവർക്ക് സിനഗോഗുകൾ ഉണ്ടായിരുന്നു, ഒത്തിരി വചന പഠനം ലഭിക്കത്തക്ക വണ്ണമുള്ള ഒത്തിരി മേഖലകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവിടെ വചനം പറയുന്നത് ഇവർക്ക് ജീവനില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ആ ദേശത്തു കൂടെ കടന്നു വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ വചനഘോഷണത്തിലൂടെ ഇവരെല്ലാവരും ജീവനുള്ളവരായി തീർന്നു. ഇന്നലകളിൽ അവരനുഭവിച്ച വേദനകളും കഷ്ടങ്ങളും ജീവിത ഉയർച്ചയില്ലാതെ ഭാരപ്പെട്ട വിഷയങ്ങളും അനവധി വിഷയങ്ങളിലൂടെ കടന്നുപോയവരാ. ഇനി ജീവിക്കണ്ട, എന്തിനാ കാലമായി നമ്മൾ ജീവിച്ചിട്ട് ഒരു ഉയർച്ചയും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അനവധി ജീവിതങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അതുപോലെ ഇതും ഞങ്ങൾ ഈ തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നത് താൻ തുടങ്ങി വെച്ചതാണ്. താൻ ആദ്യമായിട്ട് സുവിശേഷം അറിയിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശുക്രിസ്തു ആ യഹൂദന്മാരോട് അല്ലെങ്കിൽ ഇസ്രായേലിയരോട് താന് ആഹ്വാനം ചെയ്യുകയാണ്, ആകയാൽ മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ തെരുവുകരങ്ങളിൽ എന്തുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കണം? എന്തിന് യേശുവിനെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ, അന്ന് യേശു തുടങ്ങി വെച്ചതാണ്
ഇനി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെ തന്റെ ശിഷ്യന്മാർ ലോകത്തിന്റെ അറ്റത്തോളം കടന്നു ചെന്ന് ഈ സന്ദേശം അറിയിക്കണം, സുവിശേഷം അറിയിക്കണം. അപ്പോൾ തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നത് മരണനിഴലിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം, ജീവനില്ലാത്ത, ജീവനറ്റ, ഒരു സന്തോഷവും ഒരു സമാധാനവും ഇല്ലാതെ ആരിൽ നിന്ന് എനിക്ക് സമാധാനം ലഭിക്കുമെന്ന് ഭാരപ്പെടുന്നവർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാനാണ് ഞങ്ങളെ ഇങ്ങനെ ഈ ദേശത്തിലൂടെ ദൈവം അയക്കുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ചെയ്തു, അത് യേശുവിന്റെ ശിഷ്യന്മാർ, യേശു തിരഞ്ഞെടുത്ത തന്റെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ ഈ സന്ദേശം ഇതുപോലെ തെരിക്കോണുകളിൽ നിന്ന് വിളിച്ചറിയിക്കുവാനിടയായി. ഒരിക്കൽ പത്രോസ് ശ്ലീഹ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. എന്തുകൊണ്ടാണ് ഈ വചനം താൻ വിളിച്ചു പറയുവാനുള്ള കാരണം? നിങ്ങൾ പ്രിയം വെച്ച, നിങ്ങൾ ആഗ്രഹിച്ച മറ്റൊരു വ്യക്തിക്കും നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ കൊന്നവൻ, അവനെ ദൈവം ഉയർപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷയെന്ന് പത്രോസ് വിളിച്ചു പറയുവാനിടയായി. അപ്പോൾ രക്ഷ നഷ്ടപ്പെട്ട, ജീവിതം നഷ്ടപ്പെട്ട, ജീവിതം ദുഃഖപൂർണമായ നിലകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മാനസികമായി തകർന്ന, സാമ്പത്തികമായി തകർന്ന, കുടുംബപരമായി തകർന്ന, സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് സമാധാനം തരാൻ കഴിയുന്ന, രക്ഷ തരാൻ കഴിയുന്ന, വിടുതൽ തരാൻ കഴിയുന്ന, ഉയർച്ച തരാൻ കഴിയുന്ന ഒരുവനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ആമേൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്, അതിന്റെ 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വളരെ ശ്രദ്ധിക്കണമേ, അന്നും ഇന്നും ഒരുപോലെയുള്ള വിഷയമാണ്. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് 2 തരം ജനതയുണ്ടെന്ന്. ഒന്ന് ദൈവം തിരഞ്ഞെടുത്ത, ദൈവം ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടർ, അവരാ യഹൂദർ. അവരുടെ പ്രത്യേകത, മറ്റുള്ളവരെല്ലാവരും അശുദ്ധരാ, ഞങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ ജനമെന്ന് ചിന്തിക്കുന്ന കൂട്ടർ. മറ്റൊരു കൂട്ടർ, അവരുടെ ചിന്ത, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനികൾ. അവർ ദൈവത്തെക്കാൾ ഉപരി മറ്റ് മാർഗങ്ങളെക്കാൾ അവർ ചിന്തിക്കുന്നത് അവരുടെ ജ്ഞാനത്തിനാണ് അവർ ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് പറയുന്നത്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു. ഒരിക്കൽ യേശുവിന്റെ അരികിൽ കടന്നു വന്ന പരീശന്മാർ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, ന്യായശാസ്ത്രിമാരുണ്ട്, ശാസ്ത്രിമാർ, അവർ റബ്ബിമാരാ, പഠിപ്പിക്കുന്ന ഗുരുക്കളാണ്. അവർ വന്ന് യേശുവിനോട് പറഞ്ഞു, നീ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിക്കണം. അപ്പൊ യേശുവിന്റെ അരികിൽ വന്നിട്ട് അവർ ചോദിക്കുക, നീ ഒരു അടയാളം കാണിക്കണം, അല്ലാതെ ഞങ്ങൾക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയത്തില്ല. യേശു അതിന് മറുപടി കൊടുത്തത്, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം തരുവാനില്ലെന്നാണ്. ഞാനും അതുപോലെ 3 ദിവസം ഭൂമിക്ക് ഉള്ളിലിരിക്കും. യോന കടലാനയുടെ ഉള്ളിലിരുന്നത് പോലെ, അതാണ് അവർക്ക് കൊടുത്ത അടയാളം. അവർ എപ്പോഴും അടയാളം ചോദിക്കുന്നവർ, എങ്കിലേ അവർക്ക് ദൈവപുത്രനെ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. എന്നാൽ അവരുടെ കയ്യിലിരിക്കുന്ന ഈ മകൾ ഗ്രന്ഥത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, മോശ പറഞ്ഞു, എന്നെപ്പോലെ ഒരുവൻ വരും.
എന്നെ പോലെ ഒരു പ്രവാചകൻ വരും, അവന്റെ വാക്ക് നിങ്ങൾ കേട്ട് അനുസരിക്കണം. അപ്പോൾ മോശയെ പോലെ ഒരു പ്രവാചകൻ വരുമെന്ന് മോശ എഴുതിയതുപോലെ യേശുവിൽ ആ പ്രവാചകന്റെ പ്രവൃത്തികൾ കാണാൻ കഴിഞ്ഞിട്ടും അവർ യേശുവിനോട് ചോദിക്കുക, ഞങ്ങൾക്ക് ഒരു അടയാളം വേണം. അപ്പോൾ അന്നും ഇന്നും മനുഷ്യർ അടയാളം ചോദിക്കുക. ഈ ദേശത്തോട് എനിക്ക് പറയാനുള്ളത്, ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് കേൾക്കുകയും അത് സ്വീകരിക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്ത് അതിന് വേണ്ടതുപോലെ ചെയ്യുവാനുള്ള മനസ്സ് വയ്ക്കണം. അവിടെ എന്നോട് സ്വപ്നത്തിൽ സംസാരിക്കട്ടെ, എന്നാൽ ഞാൻ ചെയ്യാം. ദൈവം ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കട്ടെ, എന്നാൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഇന്നെന്ന ഈ ദിവസത്തിൽ അടുത്ത നിമിഷം നമുക്കുള്ളതെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് അടയാളത്തിന്റെ പിറകിൽ പോകാതെ യേശുക്രിസ്തുവിന്റെ വചനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ മനസ്സു വച്ചാൽ തീർച്ചയായിട്ടും ഈ വചനം നിങ്ങൾക്ക് ഇന്ന് ഒരു അനുഗ്രഹമായി തീരും. അല്ല ജാതികൾ അന്വേഷിച്ചതുപോലെ അന്നത്തെ ജ്ഞാനികൾ എന്ന് അവകാശപ്പെടുന്ന ഗ്രേക്കർ, അവരുടെ ബുദ്ധിവൈഭവം ഭയങ്കരമാണ്. അതിൽ നിന്നാണ് നമ്മൾ അരിസ്റ്റോട്ടലിലേക്ക് കാണുന്നത്. സോക്രട്ടീസ്, ഒത്തിരി പണ്ഡിതന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അവർ ജ്ഞാനവാദികൾ. എനിക്ക് തോന്നുന്നു അരിസ്റ്റോട്ടലാണ് ഗണിതശാസ്ത്രവും ഫിസിക്സും തിയോളജി ഇവരെ വേറിട്ട് പഠിപ്പിക്കാനിടയായി തീർന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത്രത്തോളം ഗണിതശാസ്ത്രത്തിലും ഫിസിക്സ്, തിയോളജി ഈ നിലകളിൽ വേർതിരിച്ച് ശീർഷകങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുവാൻ കഴിവുള്ള ജ്ഞാനവാദികൾ അന്നുണ്ട്. ജ്ഞാനം ഏറിയ ജ്ഞാനികളാണ് ഗ്രേക്കർ. അതുകൊണ്ട് അവർക്ക് യേശുക്രിസ്തുവിന്റെ ജനനമോ കന്യക ഗർഭം ധരിച്ചെന്ന് പറയുന്നതോ അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറയുന്നതോ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സ്വീകരിക്കാനും കഴിയത്തില്ല. അവരെ ലോകപരമായി ചിന്തിക്കുന്നത്. വിശുദ്ധ ബൈബിളിനെ അല്ലെങ്കിൽ വിശുദ്ധ വചനത്തെ അവർ ഉൾക്കൊള്ളുന്നില്ല. ഇന്നും ഇതുപോലെ ദൈവവചനത്തെ സ്വീകരിക്കാത്ത, ലോകപരമായി പഠനം കൊണ്ട് പഠിച്ചും എല്ലാ നിലകളിലും ജ്ഞാനം പ്രാപിച്ചവർക്ക് ദൈവവചനം പലപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. എങ്ങനെ? ഈയിടയ്ക്ക് അമേരിക്കയിൽ നിന്നൊരു പ്രസംഗം, ഒരു മലയാളിയെ കേട്ടോ, അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തു കന്യകയായ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ തനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാ? DNA ടെസ്റ്റ് ചെയ്യണമെന്നാ. DNA നോക്കുമ്പോ യേശുവിന്റെ അപ്പൻ ആരാ എന്നതാണ് തന്റെ ചോദ്യം. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ പ്രിയ ആ അച്ചായന് യേശുവിനെ രക്ഷകനായി എന്തേ അവർ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തനിക്ക് കൊടുത്ത ജ്ഞാനവും തനിക്ക് കൊടുത്ത വിദ്യാഭ്യാസവും താൻ ജനിച്ചു വീണതും ക്രിസ്തീയ കുടുംബത്തില. എന്നിട്ട് ഈ യേശുവിനെ തള്ളിപ്പറയുന്നവരാണ് ബൈബിൾ പറയുന്നത്. ആരെന്നാ പറയുന്നേ? എതിർ ക്രിസ്തു. അപ്പോൾ അങ്ങനെ ജ്ഞാനം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ നോക്കുക, ഒരു ഭാഗത്ത് യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഗ്രീക്കുകാർ അവർ ചോദിക്കുന്നത് സ്തോത്രം. യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്തു. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സുവിശേഷകർക്കുള്ള പ്രസംഗം എന്ന് പറയുന്ന വിഷയം ക്രൂശില്ലാത്ത ഒരു ഏതില്ല, സുവിശേഷം ഇല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ക്രൂശ് മരണം വരിക്കാനാ. അല്ലാതെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് നന്നായി ജീവിച്ച് നന്നായി മരിച്ചെന്ന് പോകാനല്ല. ക്രൂശ് മരണം തന്റെ ജീവിതത്തിൽ ആ ക്രൂശ് ഏറ്റെടുക്കാനാ താൻ കടന്നു വന്നത്. കാരണം യേശു ക്രൂശ് സ്വീകരിച്ചെങ്കിൽ മാത്രമേ
മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യർക്ക് വിടുതൽ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഭൂമിയിലെ മനുഷ്യന്റെ പ്ലാനിനനുസരിച്ച് സംഭവിച്ച ഒരു മരണമല്ല, പിന്നെയോ യേശുദാൻ സ്വയം ഭരിച്ചതാണ് ക്രൂശ്. അപ്പൊ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു അർത്ഥം അഭിഷിക്തൻ, ദൈവത്താൽ അനോയിന്റിംഗ് നടന്ന വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ സ്വർഗം അയക്കപ്പെട്ട ഭൂമിയിൽ അഭിഷിക്തനായി യേശു ക്രിസ്തു എന്ന നാമത്തോടു കൂടി ജീവിച്ച ക്രിസ്തു, അവൻ ക്രൂശിതനാവാൻ കാരണം എന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടത്? അതിന്റെ കാരണം എന്താ? അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടണം, അത് ദൈവ നിശ്ചയമാണ്. ഒരിക്കൽ യേശു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ നിങ്ങൾ എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. യേശുവിന്റെ ശുശ്രൂഷ വേളയിൽ താൻ പലയിടങ്ങളിൽ തന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനോ ഉയർത്തപ്പെട്ടാൽ ഞാൻ ക്രൂശിക്കപ്പെടും, എന്നെ അവർ ക്രൂശിക്കും, എന്നെ അവർ കൊല്ലും, ഞാൻ മരിക്കും, മരിച്ച മരണാനന്തരം മൂന്നാം നാൾ ഉയർക്കും. നോക്കുക, അപ്പോൾ ക്രൂശ് പ്രസംഗിക്കപ്പെടേണ്ടതല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊരു ഭാഗത്ത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. അപ്പോൾ യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെടുവാനുള്ള കാരണം മനുഷ്യന്റെ പാപമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹമാണ് ക്രൂശ്. അതാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ യേശു എന്തിനാണ് ക്രൂശീകരിക്കപ്പെട്ടത്? അതാണ് ഞാൻ പറഞ്ഞ പ്രസംഗിക്കണം ക്രൂശ്. കാരണം മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായ മരണത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലെ യാതൊരു വഴികൾക്കും, എന്ന് പറഞ്ഞാൽ പണത്തിനോ കർമ്മവഴികൾക്കോ കർമ്മമാർഗങ്ങൾക്കോ കഴിയാത്തത് കൊണ്ട് സർവശക്തനായ ദൈവം തന്റെ ഓമന കുമാരനെ ഭൂമിയിലേക്ക് അയക്കുവാൻ പദ്ധതിയൊരുക്കി. അത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ 2 3 അല്ലെങ്കിൽ ഒരു 10 1000 2000 വർഷം മുമ്പേ അല്ല. ഭൂമിയിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവസന്നിധി വിട്ട് അകന്നുപോയ നിമിഷം ദൈവം മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ രക്ഷ പരസ്യമാക്കിയിരുന്നു. ആ വചനത്തിന്റെ നിവൃത്തീകരണമാണ് കാൽവരി ക്രൂശ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമ്പോൾ സർപ്പമടങ്ങിയിരിക്കത്തില്ല, അവനും ചെയ്യും ചില പ്രക്രിയകൾ, ചില വേദനകൾ കൊടുക്കും. ആ വേദനയാ ക്രൂശിൽ നാം കാണുവാനിടയായി തീർന്നത്. അപ്പോൾ ക്രൂശ് മനുഷ്യന്റെ പാപത്തിന്റെ പരിണിതഫലമായിട്ട് യേശു സ്വയം സ്വീകരിച്ചത് ആരുടെയും നിർബന്ധത്താലല്ല എന്ന് ഗലാത്യ ലേഖനത്തിൽ എഴുതുന്നു. ആരുടെയും നിർബന്ധത്താലല്ല യേശു ക്രൂശ് ഏറ്റെടുത്തത്. യേശു തന്റെ സൃഷ്ടികളെ സ്നേഹിച്ച് സ്വയം മനുഷ്യന്റെ പാപത്തെ, അവരുടെ നിത്യ മരണത്തെ ഏറ്റെടുത്ത്, താൻ സ്വയം ഏറ്റെടുത്ത് ക്രൂശിലേക്ക് നടന്നു പോയതെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോൾ ക്രൂശ് നാം പ്രസംഗിക്കേണ്ടായോ? ക്രൂശിനെ കുറിച്ച് അറിയണ്ടായോ? എന്തിനാ യേശു ക്രൂശിക്കപ്പെട്ടത്? മനുഷ്യന്റെ പാപം നിമിത്തം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നൽകി അവൻ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് ക്രൂശ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് എങ്ങനെയാണ് കാണിച്ചത്? അതാണ് ക്രൂശ്.
ആ ക്രൂശിൽ യേശുക്രിസ്തു ഒരു പരമയാഗമായി തീർന്നു. അതാണ് പ്രായശ്ചിത്ത മരണം. എന്താണ് ഈ പ്രായശ്ചിത്ത മരണം എന്ന് പറയുന്നതിന്റെ അർത്ഥം? നമുക്ക് പകരമായി തീരുക, പാപശാന്തി ഉണ്ടാകുക. അറ്റോൺമെന്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. പാപം നിവൃത്തി. എനിക്ക് വേണ്ടി പാപശാന്തി ചെയ്യാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ വസ്തുവകൾക്കോ കർമാചാരങ്ങൾക്കോ രക്തത്തിനോ പണത്തിനോ എന്റെ പാപത്തിന് നിത്യശാന്തി തരാൻ കഴിയത്തില്ല. അത് നാം ഗ്രഹിക്കണം. എനിക്ക് പകരമായി ഒരു മനുഷ്യൻ പാപശാന്തി അല്ലെങ്കിൽ പാപം നീക്കിത്തരാമെന്ന് ചിന്തിച്ചാൽ അവന് കഴിയാത്ത കാരണം അവനും പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വിധേയപ്പെട്ട് മരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. മറ്റൊരുവൻ നീ മരിച്ചിട്ട് നിനക്കെന്നെ എങ്ങനെ ജീവിപ്പിക്കാൻ കഴിയും? നിനക്ക് ജീവൻ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ജീവൻ തരാൻ പറ്റൂ. അപ്പോൾ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് പകരക്കാരനായി തീരത്തില്ല. ഈ ഭൂമിയിലെ ഒരു രക്തത്തിനും നമ്മളെ നീതീകരിക്കാൻ കഴിയത്തില്ല. കാരണം ഭൂമി ദൈവത്താൽ ശപിക്കപ്പെട്ടു, മനുഷ്യർ ദൈവത്താൽ ശപിക്കപ്പെട്ടു എന്ന് ബൈബിൾ പറയുമ്പോൾ ശപിക്കപ്പെട്ടതിൽ നിന്നെടുക്കുന്നത് ഒന്നിനും നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. അതിലൊക്കെയും പാപത്തിന്റെ അംശമുണ്ട്, പാപത്തിന്റെ കണികകളുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? അതാ തന്റെ ഏകജാതനായ പുത്രൻ അവനെ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാ? മനുഷ്യനെ, പാപികളായ നമ്മെ സ്നേഹിച്ച, പാപത്തെ വെറുത്ത് നഷ്ടപ്പെട്ടു പോയ നിത്യജീവനെ, മരിച്ചുപോയ മരണം സംഭവിച്ച നമ്മുടെ ആത്മാവിനെ അവൻ നിത്യജീവൻ നൽകേണ്ടതിന് അതിന് പകരം കൊടുക്കുവാൻ, അതിന് പ്രായശ്ചിത്തമായി തീരുവാൻ ലോകത്തിലെ ഒരു വസ്തുവകൾക്കും കർമ്മമാർഗത്തിനും പണത്തിനും മനുഷ്യനും കഴിയാത്തത് കൊണ്ട് സ്വർഗത്തിലിരുന്ന നീതിമാനായവനെ ഭൂമിയിലേക്ക് അയച്ചു. ആ നീതിമാന്റെ രക്തത്തിൽ സകല പാപവും പോക്കി ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ റോമ ഗവൺമെന്റിന്റെ അവരുടെ പടയാളികൾ ക്രൂരമായി മർദ്ദിച്ചു. അന്നത്തെ യഹൂദന്മാരും അന്നത്തെ പ്രമാണികളും അന്നത്തെ പുരോഹിതന്മാരും അന്നത്തെ ശാസ്ത്രിമാരും അന്നത്തെ പരീശന്മാരും ഇവർ ഒന്നടങ്കം അസൂയമൂത്ത് അവൻ കൊല്ലുവാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞങ്ങ് ഒഴിയുവാനല്ല ബൈബിൾ പറയുന്നത്. ഇതൊക്കെയും ദൈവത്താൽ സംഭവിച്ചു. എങ്ങനെ? മനുഷ്യന്റെ പാപം. മനുഷ്യന് അവന്റെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല, അവന്റെ മരണത്തിൽ നിന്ന് അവന് പുറത്തു വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ എന്നേക്കുമായി പ്രായശ്ചിത്തം, സകല മനുഷ്യർക്കും പ്രായശ്ചിത്തമാകുവാൻ, ന്യായമായ യാഗം. പ്രായശ്ചിത്തിന്റെ മറ്റൊരർത്ഥമാണ് ന്യായമായ യാഗം എന്ന് പറഞ്ഞാൽ സ്തോത്രം, സകല മനുഷ്യർക്കും വേണ്ടി ഒരുവനെ പരമയാഗമാക്കി തീർത്തതാണ് ക്രൂശ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ന്യായമായിട്ടും യഹൂദന്മാർ അടയാളം ചോദിക്കുമ്പോൾ യമനന്മാർ അവനെ സ്വന്തം ജ്ഞാനം അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നവന് രക്ഷ കിട്ടുക അല്ലേ? അതല്ലേ സത്യം. ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് ഇനിയൊരു പാപപരിഹാരം തരുവാൻ ഇവിടെ ഇനി ഒരു യാഗരക്തത്തിന്റെ ആവശ്യമില്ല, ഒരു കർമ്മമാർഗത്തിന്റെ ആവശ്യമില്ല. ഇവിടെ പണം കൊടുത്ത് പാപമോക്ഷം ലഭിക്കത്തില്ല. കാരണം ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു. ഇനിയൊരു യാഗവും ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. കാരണം യേശുദാൻ യാഗമായി തീർന്നു. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചത് ക്രൂശിലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരമയാഗം ക്രൂശിൽ നടന്നതുകൊണ്ട് ഒരു പാപി യേശുവിന്റെ മരണത്തെ കണ്ടിട്ട് എന്റെ പാപത്തിനു വേണ്ടിയാണല്ലോ അവൻ മരിക്കുന്നത് അല്ലെങ്കിൽ മരിച്ചതെന്ന് നീ വിശ്വസിക്കുമ്പോൾ അവിടെ ക്രൂശിൽ സംഭവിക്കുന്നത് വിശ്വാസം നിമിത്തം നീ നീതീകരിക്കപ്പെടുക. കാൽവരിയിലാണ് നീതീകരണം.
കാൽവരിയിലാണ് പാപമോചനം. യേശുവിനുള്ള വിശ്വാസം നിമിത്തം യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു, യാഗമായി തീർന്നു എന്നുള്ള വിശ്വാസം. അവിടെ ക്രൂശിൽ നീതീകരണം. അതാ അവിടെ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതീകരണവും ക്രൂശ. ഈ ക്രൂശിനെ പ്രസംഗിക്കണ്ടേ? ഈ ക്രൂശല്ലേ നിങ്ങൾക്ക് വേണ്ടത്? പാപമോചനം തരുന്ന, നീതീകരണം തരുന്ന ഈ ക്രൂശ് പ്രസംഗിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസംഗിക്കണം? അപ്പോൾ സ്വത്രം ഇവിടെ ഉയർത്തപ്പെടുന്നത് ലോകരക്ഷിതാവായ യേശുവിനെ. ഞാനോ ഉയർത്തപ്പെട്ടാൽ നിങ്ങൾ എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ ഈ കേൾപ്പിക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രൂശിന്റെ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ജ്ഞാനം അന്വേഷിച്ചു പോയി യേശുവിനെ തള്ളിക്കളയരുത്. അടയാളം ചോദിച്ച യേശുവിനെ തള്ളിക്കളയരുത്. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ മനസ്സ് വെക്കണം. എന്താ ഈ മാനസാന്തരം? എന്താ ഈ മാനസാന്തരം? എന്താ ബെറ്റേനിയ? നോനിയ എന്ന് പറയുമ്പോൾ അറിവ, ജ്ഞാനമാ, അകത്തുണ്ടാകുന്ന മാറ്റമാ. അപ്പൊ ബെറ്റരോനി എന്ന ഗ്രീക്ക് പദം മാനസാന്തരത്തിന് കൊടുക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അകത്ത് ഒരു മാറ്റം സംഭവിക്കണം. ഒരു അറിവ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് ലഭിക്കുമ്പോൾ, അവൻ ലോകരക്ഷിതാവെന്ന് അറിയുമ്പോൾ, അവൻ ദൈവപുത്രൻ എന്നറിയുമ്പോൾ, അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നറിയുമ്പോൾ, അവന്റെ രക്തത്താൽ എനിക്ക് പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കുമെന്ന് അറിയുമ്പോൾ, അവനിലൂടെ എനിക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് അറിയുമ്പോൾ, ഭാവിയായ മനുഷ്യൻ, പാപത്തിലിരിക്കുന്നവന് നിത്യമരണത്തിൽ നിന്ന് നിത്യജീവൻ തരുവാൻ കഴിയുന്ന യേശുവിനെ കുറിച്ച് അറിയുമ്പോൾ അകത്ത് സംഭവിക്കേണ്ട കാര്യമാണ് മെറ്റനോനിയ, അറിവ്, ജ്ഞാനം, വകതിരിവ്, മാനസാന്തരം, മനംതിരിവ്. ഇത് ലഭിക്കണം. മാനസാന്തരപ്പെട്ട സുവിശേഷം യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല. ഏക മധ്യസ്ഥൻ യേശു, യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നത്. ആമേൻ സ്തോത്രം. ഒരിക്കൽ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഒരു വലിയൊരു പ്രസംഗം പ്രസംഗിച്ചു. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത 10 നാൾ കഴിഞ്ഞ് അവർ കൂടിയിരുന്ന മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അഗ്നിനാവോടുകൂടി അവരുടെ മേൽ പതിച്ചു. ഏകദേശം 120 പേരുടെ മേല് ശക്തി ഇറങ്ങി വന്നു. അവര് ഇരുന്ന വീട് നിറച്ചു. ദേശമൊക്കെയും ആ വലിയ ഒരു മുഴക്കം കേട്ട് എല്ലാവരും വരെ ഓടിക്കൂടി. അതിൽ 11 പേരുടെ നടുവിൽ നിന്നുകൊണ്ട് പത്രോസ് എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു. യേശുക്രിസ്തുവിന്റെ ആമേൻ സ്തോത്രം സങ്കീർത്തന ഭാഗത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ആ യേശുക്രിസ്തുവിനെ നിങ്ങൾ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ അവസാനിപ്പിക്കുമ്പോൾ അവിടെ കൂടിയ ഏകദേശം 1,00,000 ആൾക്കാരുണ്ടെന്നാ പറയുന്നത്. ഇവരൊക്കെയും അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇവർ ചോദിച്ചു, ഗലീല പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷപ്പെടുവാൻ എന്തു ചെയ്യണം? അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അവനവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എങ്ങനെ സ്നാനമേൽക്കണം? സ്തോത്രം. വളരെ ഗഹനമായി ഇവിടെ ചിന്തിക്കുമ്പോ അവിടെ മനോഹരമായ ഒരു പദമുണ്ട്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, 2-ാം അധ്യായം. സ്തോത്രം. ഇത് കേട്ടിട്ട് 2:37 അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോൾ നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ മാനസാന്തരപ്പെടണം, പാപവഴികളെ വിട്ടുമാറണം. പാപിയായ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവവചനം വന്ന് അവൻ കുത്തുകൊള്ളിക്കുമ്പോൾ അവൻ സ്തോത്രം അവിടെ ദൈവത്തോട് നിരപ്പായിട്ട് ആദ്യത്തെ പടി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസോട് ചോദിച്ചു. പത്രോസോട്, നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിനായി പാപമോചനത്തിന്, അല്ലെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അപ്പൊ പാപമോചനം ലഭിക്കണമോ? യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം, സ്നാനപ്പെടണം. സ്നാനം എന്ന വാക്ക് ഇവിടെ നിൽക്കുന്ന ഉപദേശിമാർ കണ്ടെത്തിയതല്ല. സ്നാനം എന്ന വാക്ക് ദൈവവചനത്തിലുള്ളതാണ്. എന്താ ഈ സ്നാനം?
വിശുദ്ധ ബൈബിൾ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ സമയത്ത് മത്തായി സുവിശേഷം 28 അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ആകയാൽ സ്തോത്രം, സകലാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പോൾ സുവിശേഷം കേൾക്കുക, മാനസാന്തരപ്പെടുക, പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. കർത്താവ് പറഞ്ഞ കൽപ്പനയാകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അതെന്തോ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് സ്നാനം? ആര് പറഞ്ഞതാ? ദൈവത്തിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പന അനുസരിക്കണ്ടായോ? സ്വർഗത്തിൽ പോകണ്ടായോ? ഭൂമി മതിയോ? ഭൂമി കൊണ്ട് അവസാനിക്കുന്നതാണ് നമ്മുടെ ജീവിതം. മനുഷ്യന്റെ ജീവിതം 60, 70, 80, അതിനുശേഷം മരുന്നും നമ്മുടെ അധ്വാനവും മെയ്വഴക്കവും ഒക്കെയാണ്. അങ്ങനെയെങ്കിൽ മരണാനന്തരം ഇതിനപ്പുറമാണ് ഒരു ജീവിത ദൈവം മനുഷ്യർ വെച്ചിരിക്കുന്നത്. ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നതിന്റെ പ്രതിഫലം സ്വർഗത്തിൽ എനിക്ക് ലഭിക്കും. അതെങ്ങനെ? ഭൂമിയിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു അതിനുള്ള പ്രതിഫലമാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും നമ്മൾ പാപിയാണെന്ന് മനസ്സിലായി പാപമോചനത്തിന് വേണ്ടി മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വാസം ചെയ്യുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ഇടമാ സ്വർഗം. അവിടെ പോകണമെങ്കിൽ ക്രിസ്തുവിനോട് ചേരണം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിനോട് ചേരണം. അങ്ങനെ സ്നാനത്തിലൂടെ. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പോൾ ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ, നീ ക്രിസ്ത്യാനി എന്ന് പറയണമെങ്കിൽ സ്നാനപ്പെടണം. ഞാൻ പറയുന്നതല്ല, ബൈബിൾ പറയുന്ന. അപ്പൊ സ്നാനം അനിവാര്യമല്ലേ? മാനസാന്തരപ്പെട്ടു, രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞു, സ്നാനപ്പെട്ടു. അവനാണ് സ്വർഗരാജ്യം ദൈവം നൽകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് ദൈവനീതി സ്നാനം. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ കൽപ്പന ദൈവനീതി. ഒരിക്കൽ യേശുവിന്റെ അരികിൽ യോഹന്നാന്റെ അരികിൽ വന്ന് യോഹന്നാന്റെ അടുക്കല് കൈക്ക് സ്നാനപ്പെടാൻ വന്നപ്പോ യോഹന്നാൻ അനുവദിച്ചില്ല. എന്നാൽ യോഹന്നാനോട് പറയും ഇത് ദൈവനീതി, അത് നടക്കണം. യോഹന്നാൻ അനുവദിച്ചു. യോഹന്നാൻ തന്നെ സ്നാനപ്പെടുത്തി. അപ്പോൾ യേശുക്രിസ്തു സ്നാനമേറ്റു. യേശുക്രിസ്തു മാതൃക കാണിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു. അവര് ഐലോനിൽ സ്നാനം കഴിപ്പിച്ചു. അനവധി പേർ. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ എടുത്തു നോക്കൂ. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും അനവധി വ്യക്തി ജീവിതങ്ങൾ യേശുവിന്റെ അരികിൽ വന്ന് യേശു തന്നെ സ്നാനപ്പെടുത്തിയില്ല, താനും ശിഷ്യന്മാർ സ്നാനപ്പെടുത്തി. അപ്പോൾ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി സ്നാനപ്പെട്ടേ മതിയാകും. അവന്റെ പാപമോചനത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി സ്നാനപ്പെടുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം. നിനക്ക് അറിവ് വന്നിട്ട് പാപബോധമുളവായതിനു ശേഷം, നീ പാപിയാണ് എന്നുള്ളൊരു ബോധ്യം വന്നതിന് ശേഷം, ബാല്യകാലത്തോ യൗവനകാലത്തോ ശിശുവോ ആയിരിക്കുമ്പോഴല്ല, നിനക്ക് ജ്ഞാനം വന്നതിന് ശേഷം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള അറിവ് നിനക്കുണ്ടാകുമ്പോൾ ആമേൻ, നീ സ്നാനപ്പെടാറായി. അവിടെ ദൈവവചന അടിസ്ഥാനത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുന്നേ നിന്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അവന്റെ മുന്നിൽ സറണ്ടറായി ആ നാമത്തിൽ സ്നാനമേൽക്കണം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക. ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 27 വരുമ്പോൾ യേശുവിനെ ധരിക്കുക, അത് സ്നാനമാണ്. യേശുവിനെ ധരിക്കുന്നത് സ്നാനമാണ്. അപ്പൊ സ്നാനം അനിവാര്യമല്ലേ? ആമേൻ. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ, ക്രിസ്തു വിശ്വാസി എന്ന് പറയുമ്പോൾ ദൈവവചനം വായിക്കുകയും അത് ഗ്രഹിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരമുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാനോ ഇവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവസത്യം എന്ന് പറയുമ്പോൾ ഈ വചനം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിനകത്ത് സ്നാനവും വേണം. കർത്താവ് പറഞ്ഞ കൽപ്പനയാ. ഒരിക്കല് ആമേൻ സ്തോത്രം ഫിലിപ്പോസിന്റെയോട് കന്ദക്ക രാജ്ഞിയുടെ ഷണ്ണൻ ചോദിക്കും, ഇതാ വെള്ളം,
സ്നാനപ്പെടുത്തുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാ ചോദിച്ചേ. താന് വായിച്ചുകൊണ്ടെന്ന വേദശകലം തനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് താനൊന്ന് അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തു. പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ പൊരുള് മനസ്സിലാക്കിയപ്പോൾ ഷണ്ണൻ മന്ത്രിയൊക്കെ തന്നെ ആ പുള്ളി പറഞ്ഞു, ഇതാ വെള്ളം, സ്നാനപ്പെടുത്തുന്ന എന്തെങ്കിലും തടസ്സമുണ്ട്? അപ്പൊ ഫിലിപ്പോസ് ഉപദേശി പറഞ്ഞു, ഒരു തടസ്സവുമില്ല, നിനക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ ആകാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം കഴിയുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച അവന്റെ ചൂടടയാളം നമ്മുടെ ശരീരത്തിൽ കൈക്കൊള്ളേണ്ടതിന് നാം അവനോട് ചേരുവാൻ സ്നാനപ്പെടണം. ക്രൂശിലെ മരണം അത് എന്നിൽ സംഭവിക്കുന്നത് ഇവിടെ സ്നാനത്തിലൂടെയാ. അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടു. എവിടെ? വെള്ളത്തിൽ. നീ എഴുന്നേറ്റ് വരുമ്പോൾ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നിന്നെ ഉയർപ്പിക്കും. സ്നാനം മരണമാണ്. മരണാനന്തരം എഴുന്നേറ്റ് വരുന്നത് പുതിയ ജീവിതത്തിലേക്ക്, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. പ്രിയരെ, ഈ ലോകത്തിന്റെ ദൈവം അനേകരുടെ മനസ്സിനെ കുരുടാക്കി. യേശുക്രിസ്തുവിന്റെ ഈ സത്യവചനത്തിനെതിരായി വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ കോടിക്കണക്കിന് ജനത്തെയാണ് ദൈവസന്നിധിയിൽ അകറ്റുന്നത്. എങ്ങനെ? ക്രൂശ് അവർക്ക് അവരുടെ മുന്നിൽ വെളിപ്പെട്ട് കിട്ടിയിട്ടും. ഇവിടെ വചനം പറയുന്ന ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? ആ ഗലാത്യരെ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ഇത്ര വേഗത്തിൽ ശുദ്രം ചെയ്ത് മയക്കിയത് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുന്നിൽ വരച്ചു കിട്ടിയിരിക്കെ. അപ്പോൾ യേശുക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിതനായെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ നീ അവനെ വിട്ടു മാറുവാൻ നിന്നെ അവൻ ശുദ്രം ചെയ്ത് മയക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഈ ലോകത്തിലെ സ്വത്രം, ഞാൻ നേരത്തെ പറഞ്ഞ ജ്ഞാനവാദികൾ പറയും, അങ്ങനെ ഒരു സ്നാനം ആവശ്യമില്ല. വളർന്നതിന് ശേഷം എന്തിനാ സ്നാനം? കുഞ്ഞിലെ അങ്ങ് ചെയ്താൽ പോരെ? അങ്ങനെയല്ല കേട്ടോ. ക്രിസ്തീയ കുടുംബത്തിലേക്ക് കയറി വരണമെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അറിവ് വന്നതിന് ശേഷം യേശുക്രിസ്തു എനിക്ക് വേണ്ടി, ഞാൻ പാപിയായിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ബോധ്യം വന്നതിന് ശേഷം അവന്റെ നാമത്തെ സ്വീകരിച്ച ജനത്തിൽ അവനോട് കൂടെ ചേരുവാൻ ക്രൂശിന്റെ അടയാളമായി ഇവിടെ കാണിക്കുന്നത് ക്രൂശ് മരണം. എങ്ങനെ? എനിക്ക് ക്രൂശിൽ ക്രൂശിതനാകാൻ കഴിയാത്തത് കൊണ്ട് അവൻ കാണിച്ച മാതൃക പ്രകാരം റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കുന്നത് പോലെ അവനോടുകൂടി കുഴിച്ചിടപ്പെടണം, അവനോടുകൂടി അടക്കപ്പെടണം, അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ കേൾപ്പിക്കുന്ന വചനം നിങ്ങളെയും അവൻ നിത്യത്തിൽ കൊണ്ടെത്തിക്കട്ടെ. ഈ ജീവന്റെ വചനത്തെ തള്ളിക്കളയാതെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന ക്രൂശിക്കപ്പെട്ട യേശുവിനെ, അവൻ പാപികൾക്ക് വേണ്ടി മരിച്ച യേശു എങ്ങനെ മരിച്ചു? ദൈവം ക്രൂശ് അവന് കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവം അവനെ ഒരു പരമയാഗമാക്കി തീർത്തപ്പോൾ ദൈവം നമ്മുടെ മേലുള്ള നീതി അവന്റെ മേലിട്ടു. അവൻ സകല ശിക്ഷാവിധികളും അവന്റെ മേലിട്ടു. അവന്റെ രക്തം നിമിത്തം നമ്മളെന്ന പാപമോചനം നേടി. അങ്ങനെയെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പ്രസംഗിക്കേണ്ടായോ? ക്രൂശില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുണ്ടോ? ക്രൂശില്ലെങ്കിൽ ഒരു രക്ഷയുണ്ടോ? ക്രൂശില്ലെങ്കിൽ ഒരു സ്വർഗമുണ്ടോ? ക്രൂശാണ് സ്വത്രം നമ്മുടെ ചൂടടയാളം. ക്രൂശിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകുക. യേശുക്രിസ്തുവിന്റെ സ്വത്രം ഈ സുവിശേഷ സന്ദേശം ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ അടയാളം നോക്കുമ്പോൾ, യവനന്മാർ ജ്ഞാനം നോക്കുമ്പോൾ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾക്ക് മറ്റാരെയും ഉയർത്തിക്കാണിപ്പാനില്ല. യേശു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ യേശുവിന്റെ നാമം ഉയരുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. ആർക്കെങ്കിലും സ്തോത്രം, യേശുവിനെ എനിക്ക് വേണം, ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്, എന്റെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ദൈവവചനത്തിനെതിരായി ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി കൽപ്പന ലംഘനം നടന്നിട്ടുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ മനസ്സാന്തരപ്പെടുവാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടോ? ഇന്നത്തെ ഈ വചനത്തിന് മുന്നിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. വിശ്വസിക്കാൻ മനസ്സുണ്ടോ? കടന്നു വരിക, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അല്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമോ? ആഗ്രഹമുണ്ടോ? കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. God bless you.